എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കെതിരെ കടുത്ത നടപടിയുമായി സീറോ മലബാർ സഭ. സെന്റ് മേരീസ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളനെ വൈദിക വൃത്തിയിൽ നിന്നും പുറത്താക്കി. തിയോഫിനുണ്ട് വിശദാംശങ്ങളുമായി. തിയോഫിൻ, വൈദികർക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭ. പരസ്യമായ കുർബാന അർപ്പിക്കുന്നതും കുമ്പസരിപ്പിക്കുന്നതിനും ഉൾപ്പെടെ വിലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വിമത നീക്കത്തിനെ ഇത്തരത്തിൽ നേരിടുവാനാണ് ഇപ്പോൾ സഭ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് നമുക്കിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? ഇതൊരു എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത സ്വരങ്ങളെ അടിച്ചമർത്താനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് എന്ന് വേണം നമുക്ക് ഇതിനെ കരുതാൻ. കാരണം ഇക്കഴിഞ്ഞ 17-ാം തീയതി ഈ 4 വൈദികർക്കെതിരെയും ആദ്യഘട്ട നടപടി ഉണ്ടായിരുന്നു. അവർ അതായത് എറണാകുളം സെന്റ് മേരീസ് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ ഫാദർ വർഗീസ് മണവാളൻ, അതോടൊപ്പം തന്നെ തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ പള്ളികളിലെ വികാരിമാരായ ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, ഫാദർ തോമസ് വാളൂക്കാരൻ, ഫാദർ ബെന്നി പാലാട്ടി, ഇങ്ങനെ ഈ 3 പേരും, അങ്ങനെ മൊത്തം 4 പേർക്കെതിരെയാണ്. ഇവരോട് നേരത്തെ അവരവരുടെ ചുമതല വഹിക്കുന്ന പള്ളികളിൽ നിന്നും ആ ചുമതലയിൽ നിന്നും ഒഴിയണമെന്നും ഈ വർഗീസ് മണവാളിനോട് ബസിലിക്ക അഡ്മിനിസ്ട്രേറ്റർ വർഗീസ് മണവാളിനോട് പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരോട് അതാത് ചുമതലകൾ അവർ ചുമതല വഹിക്കുന്ന ഇടവകകളുടെ വികാരി സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതിനുശേഷം ഇവർ സ്ഥാനം ഒഴിഞ്ഞിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇതിനിടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഏകീകൃത കുർബാന വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾക്കായി, അതായത് വിമത വിഭാഗം വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്ന വിമത വൈദികർക്കെതിരെയുള്ള നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ട്രൈബ്യൂണൽ ആരംഭിച്ചിട്ടുണ്ട്. ഇവർ ഈ വൈദികർക്കെതിരെയുള്ള നടപടി ട്രൈബ്യൂണലിൽ ഇപ്പോൾ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിലാണ് വൈദികരെ തങ്ങളുടെ വൈദിക വൃത്തിയിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടി വന്നിരിക്കുന്നത്. പരസ്യമായ കുർബാനകൾ അർപ്പിക്കരുത്, അതോടൊപ്പം കുമ്പസാരിപ്പിക്കാനും പാടില്ല എന്നാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 4 വൈദികരോടും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാനും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും വൈദികർക്കെതിരെയുള്ള നടപടി കടുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഏറ്റവും പുതിയ നടപടി ഉണ്ടായിരിക്കുന്നത്. അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂരാണ് പുതിയ ഉത്തരവിറക്കിയിട്ടുള്ളത്. സിന്ധുരി, വ്യക്തമാണ് തിയോഫിൻ. വിമത വൈദികർക്കെതിരെ നടപടി കടുപ്പിച്ചിരിക്കുകയാണ് സീറോ മലബാർ സഭ. പരസ്യമായ കുർബാന അർപ്പിക്കുന്നതിനും കുമ്പസരിപ്പിക്കുന്നതിനും വൈദികർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബസിലിക്കയുടെയും ഇടവകളുടെയും ചുമതലകൾ ഒഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നടപടിയുമായി ഇവർ എത്തിയിരിക്കുന്നത്.